ഒരു പറയാൻ പറ്റില്ലല്ലോ. ഇല്ല നമുക്ക് സംസാരിക്കാൻ പറ്റും. അമ്മ ഞാനേ ഈ പ്രേമിക്കുന്നവർക്കെതിരല്ല. പ്രേമിക്കാം. പ്രേമം വരുന്നത് ആരും സമ്പത്തോ കഴിവോ അല്ലെങ്കിൽ വെളുത്തതാണോ കറുത്തതാണോ കൊമ്പത്തുള്ള വീട്ടിലത്തെ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ വലിയ കൊമ്പത്തുള്ള ചെക്കൻ ആ വീട്ടുകാരെ മക്കളാണോ മോനാണോ ഇതൊന്നും നോക്കിയിട്ടില്ല പ്രേമം വരാം. പ്രേമം നമ്മൾ പല രീതിയിലാണ് വരാം. പക്ഷേ ഈ പ്രേമം വരും. പക്ഷെ പ്രേമിക്കുന്നവന് തോന്നണം അവളെ വിളിച്ചിറക്കി കൊണ്ട് പോകണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ കല്യാണം കഴിക്കണം തോന്നുന്ന സമയത്ത് തോന്നണം അവൾക്ക് ഒരു മുഷിപ്പില്ലാതെ 3 നേരം ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെന്ന് തോന്നണം. തോന്നണം. എനിക്ക് അതിനോടാണ് താല്പര്യം. അങ്ങനെ ചിന്തിക്കുന്ന പിള്ളേരോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ വേണം. അല്ലാതെ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് കാശുണ്ട്, അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് കാശുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ 2 പെൺകുട്ടികളാണ് മാത്രമുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ മോളുള്ളൂ, ആ വീട്ടിൽ അവരേൽ ഒരുപാട് കാശുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളെ കുട്ടീനെ കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ. 1 വർഷമോ 2 വർഷമോ നമ്മൾ മാറ്റി നിർത്തിയാലും നമ്മളൊന്നൊക്കെ ഒന്ന് പോയി 2 കൊല്ലം കഷ്ടപ്പെട്ടാലും പിന്നെ അവർക്ക് വീട്ടിൽ കയറ്റും. പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം, ലൈഫ് സെറ്റിലാവും. അതൊന്നും ഒരിക്കലും അത് ബിസിനസ്സാണ്. ഇതിന് പ്രേമമായിട്ട് ഞാൻ കണക്കൂട്ടും. അതിന് എൻ്റെ ലിസ്റ്റിൽ എൻ്റെ ഇതുകൊണ്ട് പറയാണ്. അതിന് ഞാൻ പ്രേമം കൊണ്ട് ഒരു കല്യാണം കഴിച്ചാന്ന് ഒരിക്കലും പറയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ കച്ചവടമാണെന്ന് പറയും. അതൊരു തരം ഒരു കച്ചവടമാണ്. അത് കച്ചവടമാണ്. അത് ഒന്നുമില്ലാത്ത വീട്ടിലത്തെ കുട്ടി വലിയ വീട്ടിലത്തെ ചെക്കനെ കെട്ടി അവനെ കെട്ടാനുള്ള ഇതിൽ പോകണമെങ്കിൽ ചെയ്യണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത വീട്ടിലത്തെ കുട്ടി വലിയ വീട്ടിലത്തെ ചെക്കനെ പ്രേമിച്ചാൽ അവൾ പറയണം ചെക്ക അവനോട് പറയാം, ചെക്ക നീ ഒരു ജോലി നേടും, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് നോക്കിയിട്ട് ഞാൻ വന്നു പറയും, ഞാൻ അങ്ങനെ കയറി വന്നു പറയും. അവസാനം എനിക്കൊരു കുറ്റപ്പേരായിരിക്കും. അവിടെ നിന്ന് കിട്ടില്ല. എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് നീ ഒരു ജോലി നേടിയെടുക്ക്, നമുക്ക് എന്നിട്ട് കല്യാണം കഴിക്കാം. നിന്നെ എനിക്കും വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ ഇല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒന്നിക്കും. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. നീ ഒരു ജോലി നേടിയെടുക്ക്, എന്നിട്ട് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ച് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോലി വേണ്ടെന്ന് ഉപേക്ഷിക്കാന്നേ, അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കാന്നേ. പക്ഷെ നമ്മൾ കല്യാണം ഞാൻ നിന്നെ കെട്ടുന്ന സമയത്ത് എനിക്ക് ജോലിയുണ്ട്, ടെസ്റ്റ് 4 കിലോ എന്നുള്ള അവൾ പറഞ്ഞു കൊടുക്കണം. അതാണ്